സർപ്പപ്രീതിയിലൂടെ ആഗോള ഐശ്വര്യവും സമാധാനവും പ്രകൃതി സംരക്ഷണവും ലക്ഷ്യമിട്ട് സൈന്ധവ പ്രതിഷ്ഠാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മഹാസർപ്പയജ്ഞത്തിന് പാലക്കാട് തുടക്കം കുറിക്കുന്നു. തോണിയിലെ പഴംപുള്ളിയിലാണ് 2 ദിവസമായി യജ്ഞം നടക്കുക. സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന യജ്ഞത്തിന് കാർമ്മികത്വം വഹിക്കുന്നത് ഒലവക്കോട് കാവൽപ്പാട് ശങ്കരോടത്ത് കോവിലകത്ത് അമ്പൂറ്റി തമ്പുരാനാണ്. സൃഷ്ടി സ്രഷ്ടാവ് ഇങ്ങനൊരു വ്യത്യാസമില്ലാതെ ഈ പ്രപഞ്ചത്തെ ഒരൊറ്റ ഭാവത്തിൽ ഉൾക്കൊള്ളുന്ന സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിൻ്റെത്. പ്രപഞ്ചം എന്നാലെന്ത്, സർപ്പം എന്നാലെന്ത്, യജ്ഞം എന്നാലെന്ത് തുടങ്ങിയ ചോദ്യങ്ങൾ ധാരാളം ഉയരുന്നുണ്ട്. ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിലൂടെ നമുക്ക് ഭാരതീയ പുണ്യ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. എന്താണ് സർപ്പയജ്ഞം കൊണ്ട് ലക്ഷ്യമിടുന്നത്? പ്രകൃതിയുടെ ഇന്ദ്രിയ ഭാവമാണ് പ്രപഞ്ചം. പ്രപഞ്ചം എന്നാൽ പഞ്ചേന്ദ്രിയങ്ങളാൽ നമ്മൾ ഗ്രഹിക്കുന്ന പ്രകൃതിയുടെ ഭാവവും ശക്തിയുമാണ്. സർപ്പ എന്നാൽ തിരശ്ചീനമായി, അതായത് വിലങ്ങനെ സഞ്ചരിക്കുന്നത് എന്നാണ് അർത്ഥം. സർപ്പിണം ചെയ്യുക എന്നാൽ ഇഴയുക എന്നും. ഭാരതീയ സംസ്കാരത്തിൽ പാമ്പ് എന്ന് പറയുന്നത് സമയത്തിന്റെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. പാമ്പിനെ പോലെ സമയവും തെന്നിമാറും. ഭൂമിയിൽ വസിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് പരിണാമ പ്രക്രിയയിൽ ഉരകവർഗ്ഗങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്ന് ശാസ്ത്രീയമായി തന്നെ അറിയാനാവും. നാഗങ്ങളെയും സർപ്പങ്ങളെയും ഉരകവർഗ്ഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ ശക്തിയായാണ് പൂർവികർ കണ്ടിരുന്നത്. യജ്ഞം എന്ന വാക്കിന് കർമ്മപദ്ധതി എന്ന അർത്ഥമാണ്. ഞാൻ എനിക്ക് വേണ്ടി ഉപാസിക്കുന്നത് ലോകത്തെ എല്ലാവർക്കും ഉപകരിക്കണമെന്ന നിസ്വാർത്ഥ സംസ്കാരം. ആ മൂല്യങ്ങളിൽ പിറവിയെടുത്ത ഒരു സംസ്കാരമാണത്. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നാം തയ്യാറാക്കുന്ന കർമ്മ പദ്ധതികളാണ് യജ്ഞങ്ങൾ. ഈ പ്രപഞ്ച പ്രക്രിയയുടെയും അതിന്റെ ദിവ്യശക്തിയുടെയും ഭാവം നിലനിർത്തുന്നതിൽ സർപ്പങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത്? ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നിടത്താണ് സർപ്പയജ്ഞത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാൻ സാധിക്കുക. പ്രകൃതിഭാവത്തിന്റെ ആത്മാവും അതിന്റെ ആദിമൂലമായ അന്തരീക്ഷത്തിന്റെ സ്വത്വവും സർപ്പ ചൈതന്യത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് ആദ്യം വേണ്ടത്. നാം ഏറ്റവും ദിവ്യമായി കാണേണ്ട സർപ്പചൈതന്യം ഏറ്റവും ഉദാത്തമായ അവസ്ഥയിൽ തന്നെ പുനഃസ്ഥാപിച്ച് അതിലൂടെ ലോക ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാക്കുക. കലിയുഗ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സർപ്പയജ്ഞത്തിന് തിരി തെളിയുന്നു എന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യവും അതിലുപരി പ്രസക്തവുമാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഓരോ നിമിഷവും നാം അനുഭവിക്കുന്നത് എന്താണ്? സമയം മാത്രമാണ്, അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ സമയം വിഴുങ്ങുന്ന അല്ലെങ്കിൽ സമയദോഷങ്ങൾ അകറ്റാൻ യജ്ഞിക്കുന്നതിനുള്ള നമ്മുടെ യജ്ഞം തന്നെയാണ് മഹാസർപ്പയജ്ഞം. ലോക നന്മയ്ക്ക് ത്രേതായുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായി പിറന്ന പരശുരാമൻ 21 തവണ ക്ഷത്രിയരെ നിഗ്രഹിക്കുകയും പാപമോക്ഷത്തിനായി കേരളത്തെ കടലിൽ നിന്ന് ഉയർത്തിയെടുക്കുകയും ഇവിടെ ജനവാസ യോഗ്യമാക്കാൻ സർപ്പപ്രീതി വരുത്തുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പൂർവികർ കാവുകൾ ഉണ്ടാക്കി സർപ്പാരാധന നടത്തി പ്രകൃതിയുടെ അനുഗ്രഹം ലഭ്യമായ ശേഷമാണ് നമ്മുടെ കേരളം ജനവാസ യോഗ്യമായത് എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇത്രയും കാലങ്ങൾക്ക് ശേഷവും സനാതന ധർമ്മികളായവർ നാഗക്ഷേത്രങ്ങൾ, സർപ്പക്കാവുകൾ, വിഷക്കാടുകൾ എന്നിവ വിശേഷ വിദ്യയായി സംരക്ഷിച്ചു പോരുന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ കാവുകൾ തകർക്കപ്പെട്ടു. അവിടെ ദേവതയ്ക്ക് ക്ഷേത്രം പണിയുന്ന അവസ്ഥ സംജാതമായതോടെ നാട്ടിലെങ്ങും കുടിവെള്ളം കിട്ടാക്കനിയാവുന്ന ഒരു അവസ്ഥയാണല്ലേ ഉണ്ടായത്. ഇന്ന് നമ്മൾ കാണുന്ന സർപ്പക്കാവുകളൊക്കെ പൈതൃക സമ്പത്തായി നമുക്ക് ലഭിച്ചതാണ് എന്ന കാര്യം നമ്മൾ മറന്നു. പക്ഷെ അക്കാര്യമൊക്കെ കണക്കിലെടുത്താണ് പൂർവികർ പറഞ്ഞത് കാവ് തീണ്ടരുതേ കുളം വറ്റുമെന്ന്. കാവുകൾ കോട്ടകൾ പോലെ നിന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് നമ്മുടെ നാട്ടിൽ ജലക്ഷാമമില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാലേ നമ്മൾ നശിപ്പിച്ച സർപ്പക്കാടുകളുടെ പ്രസക്തി എത്ര വലുതാണ് എന്ന് മനസ്സിലാകൂ. വരും തലമുറകൾക്ക് വേണ്ടിയാണ് പൂർവികർ സർപ്പക്കാവുകൾ സംരക്ഷിച്ചിരുന്നത്. അത് നൽകുന്ന ശുദ്ധമായ വായുവിന്റെ ഗണ്യമായ അളവ് ശ്വാസകോശ സംബന്ധമായ സുഖങ്ങൾ ഇല്ലാതാക്കുമെന്നും ഭൂമിയുടെ ജലസംരക്ഷണ അറകളായി ഉയർന്ന തലയെടുപ്പോടെ നിൽക്കുന്ന സർപ്പക്കാവുകളിലെ മരങ്ങൾ മേഘവിസ്ഫോടനങ്ങൾ മൂലം ഭൂമിയിൽ പതിക്കുന്ന അളവറ്റ മഴവെള്ളത്തെ 7 തലങ്ങളായി ഭൂമിയിലേക്ക് ഇറക്കുമെന്നും പൗരാണികർ മനസ്സിലാക്കിയിരുന്നു. ഭൂമിയിൽ സുരക്ഷിതമായി ജലം സംഭരിക്കാവുന്ന അവസ്ഥ സൃഷ്ടിക്കാൻ കാവുകൾക്കേ കഴിയൂ. ആധുനിക കാലത്ത് പണത്തിനു വേണ്ടി മാത്രം ചലിക്കുന്ന മനുഷ്യർ ഉണ്ടാകും എന്ന് കരുതി തന്നെയാണ് കാവുകൾ സൃഷ്ടിച്ചത് എന്ന് കരുതണം. ഇതൊക്കെ പുതുതലമുറയെ ബോധ്യപ്പെടുത്തുക എന്നതും പ്രകൃതി സംരക്ഷണത്തിന്റെയും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിത രീതിയുടെയും ആവശ്യകത ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനും വിദ്വേഷമൊക്കെ വെടിഞ്ഞ് ശാന്തിയും സമാധാനവും നിറഞ്ഞ ഭാവി ജീവിതം നയിക്കുന്നതിനും മഹാസർപ്പയജ്ഞം നിമിത്തമായി മാറും എന്ന് കരുതാം. ഇനി ഇതൊക്കെ പറയുമ്പോൾ ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ടാകും. ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം എപ്പോഴും പറയാറുള്ള അതേ വാചകം പറഞ്ഞുകൊള്ളട്ടെ: വിശ്വസിക്കുന്നവർ വിശ്വസിക്കൂ, വിശ്വസിക്കാത്തവർ പരിഹസിക്കുന്നെങ്കിൽ പരിഹസിച്ചോളൂ. പക്ഷേ അത് എവിടെയും ഏശില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.